Hello friends, welcome to 𝙑𝙗𝙚 𝙁𝙤 എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന രണ്ട് ഫേമസ് കാർഡിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് ഏതാണ് നല്ലത് എടുക്കുന്നത്, ഏതാണ് പെർഫെക്റ്റ് കാർഡ് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ആമസോൺ പേ ഐസിസി ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുമാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ഈ രണ്ട് കാർഡും നമ്മുടെ ഷോപ്പിങ്ങിന് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള കാർഡാണ്. എന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് ഭയങ്കര ബെനിഫിറ്റ് തരുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ എന്താ പറയുക സെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആമസോണിലായാലും തന്നെ ഫ്ലിപ്കാർട്ടിലായാലും തന്നെ നമ്മൾ നല്ല ബിഗ് ബില്യൺ സെയിലും അങ്ങനെ കുറേ സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി റീസെൻ്റ്ലി ഓണത്തിനും വരുന്നുണ്ടായിരിക്കും വേറെ സെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പർച്ചേസിങ്ങിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാർഡ് രണ്ട് കാർഡുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് കൊണ്ട് പർച്ചേസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ 5% വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ളൊക്കെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സംഭവത്തിലുണ്ട്. അപ്പോൾ ഒരു ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ലാഭം തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ആക്ച്വലി നമ്മുടെ ഈ ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡ്. അതായത് നമ്മൾ ഈ രണ്ട് ക്രെഡിറ്റ് കാർഡും രണ്ട് കോ ബ്രാൻഡായിട്ട് ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമസോൺ പേയും നമ്മുടെ ഐസിസി ബാങ്ക് കൂടിയിട്ട് കോ ബ്രാൻഡ് ചെയ്ത് ഇറക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ ആമസോൺ പേ ഐസിസി ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കും ഫ്ലിപ്കാർട്ടും കൂടി ജോയിൻ ചെയ്ത് ഇറക്കുന്ന ഒരു കാർഡാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക്. അപ്പോൾ രണ്ടിനും പർപ്പസ് സെയിം ആണ്. അത് ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡുകളാണ്, പക്ഷേ രണ്ടും എൻട്രി ലെവൽ കാർഡുകൾ തന്നെയാണ്. അപ്പോൾ അതായത് ഇത് ആക്ച്വലി ഒരു സിബിൽ സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക്, അതുപോലെ സിബിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നോർമൽ ഒരു 750 സിബിലുള്ളൂ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ബിഗിനേഴ്സ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഷോപ്പേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷോപ്പിംഗ് കാർഡുകൾ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇത് രണ്ടും തമ്മിൽ നല്ല അത്യാവശ്യം കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലവർക്ക് ആമസോൺ പേൻ്റെ ഐസിസി കാർഡ് സ്യൂട്ട് ആവും, ചിലവർക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്ക് സ്യൂട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് സ്യൂട്ട് ആവുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ പോയിന്റ് വൈസും കാര്യങ്ങളും കമ്പാരിസണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയതാണ്. നിങ്ങളുടെ URL കാണുന്നതായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കുള്ള ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും കോൺടാക്ട് ചെയ്യാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കണ്ട, ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് കിടക്കാം. നമ്മുടെ ക്യാമറയുടെ വൈഫൈ നമ്മൾ റിമോട്ടായിട്ട് ഉപയോഗിക്കുന്ന സംഭവം ഏത് നേരം ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ റീസൺ നമ്മുടെ ക്യാനോണിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ആയതിനു ശേഷം ഇതിങ്ങനെ സംഭവം നല്ല ഇഷ്യൂ ഉണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് വൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോട്ടോണിക്സിൻ്റെ ഒരു റീറൈറ്റബിൾ LCD ആണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരു 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് റീറൈറ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ സംഭവമാണ്. അതിനോട് പെന്നും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും മോള് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാലും കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ഗീവ് അവേ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നപ്പോൾ ജോയിൻ ഫീസിൻ്റെയും മാനുവൽ ഫീസിൻ്റെയും കാര്യമാണ്. അപ്പോൾ ആമസോൺ പേ കാർഡിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ആക്ച്വലി ഒരു ഫ്രീ കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ കാർഡാണ് വരുന്നത്. അത് 99% ആൾക്കാർക്കും ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ജോയിനിങ് ഫീസും 0 ആണ്, ആനുവൽ ഫീസും 0 ആണ്. നിങ്ങൾക്ക് പിന്നെ അതിൽ ഹിഡൻ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്ച്വലി ഫ്രീ കാർഡ്, ലൈഫ് ടൈം ഫ്രീ കാർഡ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു മെജോറിറ്റി പെർസെൻറ്റേജ് ഒക്കെ ആൾക്കാർക്ക് മാത്രമേ ഇത് ഫ്രീ കാർഡായിട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ ബാക്കി എല്ലാവർക്കും ഇത് ആക്ച്വലി നോർമൽ ഒരു കാർഡായിട്ടാണ് കിട്ടുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ജോയിനിങ് ഫീസ് 500 വരുന്നുണ്ട് പ്ലസ് GST, ആനുവൽ ഫീസും നമുക്ക് 500 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആക്ച്വലി പോയിന്റ് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ആമസോൺ കാർഡാണ്, എന്ന് വെച്ചാൽ ഫ്രീ കാർഡാണ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വെൽക്കം ബെനിഫിറ്റ് ആണ്. അപ്പോൾ വെൽക്കം ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആമസോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആമസോൺ പേ ബാലൻസ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ പറയുകയാണെങ്കിൽ നമുക്ക് 500 രൂപയുടെ ആമസോൺ പേ ബാലൻസ് നമുക്ക് നമ്മുടെ ഐസിസി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആമസോൺ പേ ബാലൻസിലേക്ക് കയറും. അതാണ് ശരിക്കും ഒരു വെൽക്കം ബെനിഫിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് 500 രൂപയുടെ ഫ്ലിപ്കാർട്ട് വൗച്ചറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 15% ക്യാഷ് ബാക്ക് മിന്ത്രയിൽ ഫസ്റ്റ് ഓർഡറിന് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഈ രണ്ടുകൂടെ നമുക്കൊരു വെൽക്കം ബെനിഫിറ്റ് വന്നത്. അത് ഇപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്കത് രണ്ടും ടൈ കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ ക്യാഷ് ബാക്കുകളുടെ കാര്യമാണ്. അപ്പോൾ ക്യാഷ് ബാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയായിരിക്കും. ആമസോണിൻ്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. നമുക്ക് ആമസോൺ പേ ഐസിസി ബാങ്കിൻ്റെ കാർഡാണെങ്കിൽ നമുക്ക് 5% വരെ ക്യാഷ് ബാക്ക് കിട്ടും. നമുക്ക് അത് പ്രൈം മെമ്പർ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. 5% മെമ്പർ നമ്മൾ എന്ത് പർച്ചേസ് ചെയ്താലും 5% വരെ നമുക്ക് ക്യാഷ് ബാക്ക് നമ്മുടെ ആമസോൺ പേ ബാലൻസിലേക്ക് ആഡ് ആവും. അത് പ്രൈം മെമ്പേഴ്സിന് മാത്രം. അപ്പോൾ ഇവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു എമൗണ്ട് നമ്മൾ ആനുവലി പേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മന്ത്ലി പേ ചെയ്യണം. അപ്പോൾ അത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ പെർസെൻറ്റേജിൻ്റെ നമ്മുടെ ക്യാഷ് ബാക്കിൻ്റെ പെർസെൻറ്റേജ് ശരിക്കും അതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറയും ഇല്ലേ.
എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ 1499 സംതിങ് ആണ് ആനുവലി ചാർജ് വരും നമ്മുടെ ആമസോൺ പ്രൈമിന്. അപ്പോൾ നമുക്ക് ഈ പ്രൈം മെമ്പറിലുള്ളവർക്ക് 5% എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ക്യാഷ് ബാക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറയുമല്ലോ. അപ്പോൾ അതാണ്. പിന്നെ നമുക്ക് 3% നമുക്ക് നോൺ പ്രൈം മെമ്പേഴ്സിന് വരുന്നത്. അതുപോലെ തന്നെ 2% ആണ് നമുക്ക് ആമസോൺ പേൻ്റെ വഴി നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യണമെന്നാണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കിയുള്ളതിനും 1% ക്യാഷ് ബാക്ക് കിട്ടാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെയാണ് ഫ്ലിപ്കാർട്ട് അടിച്ച് കയറുന്നത്. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട്, മിന്ത്രയിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4% ക്യാഷ് ബാക്ക് നമുക്ക് 1MGയുടെ സൈഡിൽ ഇടുന്നുണ്ട്, സ്വിഗ്ഗിയുടെ സൈഡിൽ ഇടുന്നുണ്ട്, PVRൽ ഇടുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ സ്ഥലത്ത് നിന്ന് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ നോർമൽ ട്രാൻസാക്ഷനും നമുക്ക് 1.5% കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബാക്കുകളുടെ കാര്യത്തിൽ ഫ്ലിപ്കാർട്ട് കൊണ്ടുപോയത്. പിന്നെ നമുക്ക് വേറൊരു ഫ്ലിപ്കാർട്ട് കൊണ്ടുവന്ന സംബന്ധിച്ച് നമുക്ക് ഇതിലൂടെ 4 കോംപ്ലിമെൻ്ററി ലോഞ്ചസ് ഫ്രീ SS കിട്ടുന്നുണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിൽ. പക്ഷേ നമുക്ക് ആമസോൺ ICICI ബാങ്കിൽ ഈ കോംപ്ലിമെൻ്ററി സംഭവം ഇല്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാതെയെന്ന് എനിക്കറിയില്ല. ഇത് കോബ്രാൻഡ് ആയ കാരണം. പക്ഷേ കോബ്രാൻഡിനാണ് നമ്മൾ ഫ്ലിപ്കാർട്ടും അവിടെ. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മുടെ ആമസോൺ പേ ICICI ബാങ്ക് അടി വാങ്ങിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു 2 കോംപ്ലിമെൻ്ററി ലോഞ്ചസ് എങ്കിലും കൊടുക്കാമായിരുന്നു അവർക്ക്. പിന്നെ ഉള്ളത് ഫ്യൂവൽ ചാർജാണ്. അത് രണ്ടിനും 1% തന്നെയാണ്, നോർമൽ സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഡൈനിങ്ങിനാണ്. നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിനാണെങ്കിൽ നമുക്ക് 20% നമുക്ക് സെലക്റ്റഡ് റെസ്റ്റോറൻറ്റ്സിൽ വരുന്നുണ്ട്. ആമസോണിൻ്റെ പേനാണെങ്കിൽ നമുക്ക് 15% ആണ് വരുന്നത്. പിന്നെ നമുക്ക് EMI ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി EMI സെക്ഷനിൽ നമുക്ക് ആമസോൺ കാർഡിന് കുറച്ചും കൂടി ഒരു മുൻതൂക്കം ഉണ്ടെന്ന് പറയാം. എന്താ വെച്ചാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് 2500 മുകളിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതേ സെയിം തന്നെയാണ് നമ്മുടെ ആമസോണിൽ 3000 തോന്നുന്നുണ്ടാവും. പക്ഷേ നമുക്ക് ഇതിൽ പ്രോസസ്സിംഗ് ചാർജും കാര്യത്തിലൊക്കെ രണ്ടിലും വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര കാലം ആമസോൺ പേയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല പ്രോസസ്സിംഗ് ചാർജ്. ഇപ്പോൾ 199 പ്രോസസ്സിംഗ് ചാർജ് അതും വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് 24 മന്ത് വരെ നമുക്ക് നോ കോസ്റ്റ് EMI നമുക്ക് ആമസോൺ പേ ICICI കാർഡ് കൂടെ കിട്ടുന്നുണ്ട്. സെലക്റ്റഡ് പ്രോഡക്ട്സിന് മാത്രമാണ്, പക്ഷേ മെജോറിറ്റി കിട്ടുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ നോ കോസ്റ്റ് EMI ഇൻട്രസ്റ്റ് ഇല്ലാത്ത EMI അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഓവറോൾ ഒരു കമ്പാരിസൺ ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത്. പിന്നെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമായിരിക്കും. നോർമൽ സെയിം തന്നെയാണ്. ഒരെണ്ണം നമ്മുടെ ആമസോണിൻ്റെ ആപ്പിൽ കൂടെയാണ്, ഒരെണ്ണം നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പിൽ കൂടെയാണ്. അതുപോലെ തന്നെ രണ്ടും പ്രൈവറ്റ് ബാങ്ക് തന്നെയാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അത് മോസ്റ്റ്ലി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാണ്ട്, നോ ഡോക്യുമെൻ്റ് ഇല്ലാണ്ട് നമുക്കിത് കിട്ടുന്ന രണ്ടും കാർഡാണ്. അത് ഷോപ്പിംഗ് കാർഡാണ്, എൻട്രി ലെവൽ കാർഡാണ്. പിന്നെ സിബിൽ സ്കോർ, ഒരു മിനിമം സിബിൽ സ്കോർ വേണ്ടത് 750 ആണ്. അതൊക്കെ നോർമലി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ കാർഡിൻ്റെ എന്താ പറയുക, കാർഡ് നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടുന്നതും അതും ഓൾമോസ്റ്റ് എല്ലാം ഒരു 1 വീക്ക് 10 ഡേയ്സ് ഒക്കെയാണ് മാക്സിമം പറയുന്നത്. അതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ മാക്സിമം ഡേയ്സ് കാർഡ് അപ്രൂവ് ആവാൻ എടുക്കുന്നത് 21 ഡേയ്സ് ആണ്. ICICI ബാങ്ക് ആക്സിസ് ബാങ്ക് അതിനായിട്ടും കുറച്ചുകൂടി ഫാസ്റ്റാണ്. അതിൽ കുറച്ച് സർവീസിലും കുറച്ച് ആക്സിസ് ബാങ്ക് കുറച്ച് ബെറ്ററാണ് നമ്മുടെ ICICI ബാങ്കിൻ്റെ കസ്റ്റമർക്കാരെക്കാട്ടും. അത് നോക്കിക്കഴിഞ്ഞാൽ അതും നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോൾ ഒരു ഓവറോൾ ഒരു വെർഡിക്റ്റ്, അതായത് ഒരു കൺക്ലൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓവറോൾ ഷോപ്പിംഗ് കാർഡ് വേണമെങ്കിൽ പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഒരു നമ്മുടെ ക്യാഷ് ബാക്കിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ഇതിന് നമുക്ക് ഫ്രീ കാർഡല്ല. അത് നിങ്ങൾ എല്ലാ കൊല്ലം നമുക്ക് ഈ 500 നമുക്ക് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങളൊരു ആമസോൺ യൂസർ ആണെങ്കിൽ, അതേപോലെ നിങ്ങളിപ്പോൾ ആമസോണിൽ അത്യാവശ്യം പർച്ചേസിങ് നടത്തുന്നുണ്ട്, ആമസോൺ പേ ഉപയോഗിക്കുന്നുണ്ട്, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ബ്രോഡ്ബാൻഡ് ബില്ല് അടയ്ക്കുന്നുണ്ട്, ഗ്യാസ് അടയ്ക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ആമസോൺ പേ കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി നമ്മുടെ ആമസോൺ ICICI ബാങ്കിൻ്റെ കാർഡ് എടുക്കുക. പിന്നെ അതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഫ്രീ കാർഡാണ്. എന്താ പറയുക, ജോയിനിങ് ഫീസ് ഒരു ഫീസും ഇല്ല, ഒരു മെയിൻ്റനൻസ് ഫീസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ചാർജ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതൊരു ബെനിഫിറ്റാണ്. നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിലും യൂസ് ചെയ്താലും. അപ്പോൾ മറ്റേതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് ആനുവൽ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് അത് ശരിക്കും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് കാർഡ് ഭയങ്കര ബെനിഫിഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫ്ലിപ്കാർട്ട് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്വിഗ്ഗി ബാക്കിയുള്ള കുറച്ച് ആപ്പുകൾക്ക് അതിന് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ വെർഡിക്റ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസേജ് അനുസരിച്ച് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ രണ്ടും കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. രണ്ടും കിട്ടുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നമ്മുടെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്കിന് തന്നെയാണ് കൂടുതൽ. പക്ഷേ രണ്ടും നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാർഡ് തന്നെയാണ്, പ്രത്യേകിച്ച് എൻട്രി ലെവൽ കാർഡ്. അപ്പോൾ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് രണ്ടും, ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിൻ്റെ കാർഡ് അപ്ലൈ ചെയ്യാം. ICICI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നേരെ നമുക്ക് ICICI ബാങ്കിൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ ശരിക്കും ഇത് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ചെയ്യുന്നതിന് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ആവശ്യമില്ല. പക്ഷേ അതൊരു എന്താ പറയുക മുൻതൂക്കം തന്നെയാണ്. അതായത്
നമുക്കൊരു നമുക്ക് ചാൻസ് കൂട്ടാനുള്ളൊരു മുൻതൂക്കം തന്നെയാണ് ഇത്. നമുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ അവരായിട്ടൊരു റിലേഷൻഷിപ്പ് ഓൾറെഡി ഉള്ളത്, പ്രത്യേകിച്ച് സാലറി അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും. ചെക്കൗട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉണ്ടാലോ ബൈ. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണം. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടാം. ബൈ.